മൾട്ടിച്ച് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇന്നത്തെ വിഷയം മൗലിക കടമകള്, മൗലിക കർത്തവ്യങ്ങള്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള സിലബസുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് മൗലിക കടമകള്. നമുക്കറിയാം, അത്രയ്ക്കും PSC മോഡിൽ നൽകുന്നത്. കാരണം റീസെന്റ് ആയിട്ട് നടത്തിയ എക്സാമിന്റെ വരെ മൗലിക കടമയിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ 5 വർഷത്തെ PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ മൗലിക കടമയിൽ നിന്ന് ഒരു ചോദ്യം അതിലുണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം. മക്കളെ, ഇവിടെ നോക്കേണ്ടത് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലാണ്. ഓക്കെ, നോക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇവിടെ മൗലിക കടമയെ കുറിച്ചൊന്നും പ്രതിപാദിക്കില്ലായിരുന്നു. കാരണം ഒരു ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നു അതിന്റെ ആവശ്യകത? 1975 ജൂൺ 25 അന്തരാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി കൂടി രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഒരു അന്തരീക്ഷത്തിലാണ് രാജ്യത്തിന്റെ പൗരന്മാർക്ക് മൗലിക കടമകളുടെ ആവശ്യകതയെ കുറിച്ച് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് 1975 സർദാർ സരോൺ സിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും അദ്ദേഹം കുറച്ച് ശുപാർശകള് പാർലമെന്റ് സമർപ്പിക്കുകയും അതിന് പ്രകാരമാണ് ഒരു ഭേദഗതിയിലൂടെയാണ് ഒരു ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടാണ് 10 മൗലിക കടമകള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയത്. ഇതാണ് നമ്മൾ പഠിച്ചു മാറ്റുന്നത്. ഇതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1975 സർദാർ സരോൺ സിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും അദ്ദേഹം 10ഓളം നിർദ്ദേശങ്ങള് പാർലമെന്റ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 8ഓളം നിർദ്ദേശങ്ങളാണ് അത് സ്വീകരിച്ചത്. ഇവിടെ നോക്കേണ്ടത് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു മാറ്റം വരുത്തിയിട്ടാണ് മൗലിക കടമകള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയതും കൂടി ആദ്യം പഠിച്ചു മാറ്റുന്നുണ്ട്. ഒരു പ്രസ്താവന രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് മൗലിക കടമകൾ ഇല്ലായിരുന്നു. 1976 42ാം ഭേദഗതിയുടെ നോക്കും മക്കളെ, 1976 42ാം ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുന്നത് കൂടി പറയാം. ഒരു മൗലിക കടമകള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഭേദഗതി വരുത്തി, ഒരു മാറ്റം വരുത്തി. ടെക്നിക്കൽ ടേമാണ് ഭേദഗതി എന്ന് പറയുന്നത്. ഭേദഗതി, അങ്ങനെ മൗലിക കടമകൾ അതിന് ഉൾപ്പെടുത്തണമെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണം. അങ്ങനെ ഈ മാറ്റം വരുത്തി, ഭേദഗതി വരുത്തിയ ശേഷമാണ് 1976 42ാം ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകള് കൂട്ടിച്ചേർത്തിരുന്നത് ആദ്യം പഠിച്ചു മാറ്റണം, മനസ്സിലാക്കി വെക്കണം. ശരി, അങ്ങനെ നമ്മൾ പറഞ്ഞു. സർദാർ സരോൺ സിംഗ് കമ്മിറ്റി രൂപീകരിച്ച പ്രകാരമാണ് അദ്ദേഹം 10ഓളം ശുപാർശകള് പാർലമെന്റ് മുമ്പ് സമർപ്പിക്കുകയും അതിൽ 8ഓളം നിർദ്ദേശങ്ങൾ എടുക്കുകയും അതിന് പ്രകാരമാണ് 10 മൗലിക കടമകൾ അടങ്ങിയത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. മക്കളെ, മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അതിബൃഹത്തമായ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാഗം 4A ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയതും കൂടി പഠിച്ചു മാറ്റണം, മനസ്സിലാക്കണം. ഭാഗം 4A എവിടെയാണത്? 1 മാർക്കാണ്. PSC പലവട്ടം ചോദിച്ചു, നിങ്ങൾക്കറിയാം, പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഏത് താഴെ പ്രതിപാദിക്കുന്നത് എവിടെയാണ് മൗലിക കടമകൾ പ്രതിപാദിക്കുന്നത്? PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് PSC PYക്കും കൂടിയാണത്. അപ്പോ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൂടി മനസ്സിലാക്കി വെക്കണം. PSC 1 മാർക്കാണ്. ഭാഗം 4A ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗം 4A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ മക്കളെ, ശ്രദ്ധിക്കേണ്ടത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, മൗലിക കടമകള് ഭാഗം 51A പറയുന്നത്. 51A അറിയാം നമുക്ക്. മൗലികാവകാശങ്ങൾ തൊട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവിടെ മാത്രം നോക്കിയാൽ മതി, 51A മാത്രം നോക്കിയാൽ മതി. 51A മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 51A എന്നൊരു ഇതില് A ക്ലോസ്, B ക്ലോസ്, C ക്ലോസ്, അങ്ങനെ 10 മൗലിക കടമകളാണ് 1976 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തുന്ന കൂടി മനസ്സിലാക്കുക, പഠിച്ചു മാറ്റുക മക്കളെ. അപ്പം ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു, എവിടെ നിന്ന് സ്വീകരിച്ചു? പല ആശയങ്ങള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തിയ പല ആശയങ്ങളും പല ഘടകങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും സ്വീകരിച്ചതാണ്. അപ്പോൾ നോക്കേണ്ടത്, മൗലിക കടമകൾ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. 1 മാർക്കാണ്. റഷ്യയിൽ നിന്നാണ് ചോദിച്ചിട്ടുണ്ട്. ചുവടെ പറയുന്ന ഏത് രാജ്യത്തു നിന്നാണ് മൗലിക കടമകൾ സ്വീകരിച്ചെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കേണ്ടത് റഷ്യ. മക്കളെ നോക്കേണ്ട പിന്നൊരു കാര്യം, കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുണ്ട്. റഷ്യ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ
സോവിയറ്റ് യൂണിയൻ ഉണ്ടാവും. സോവിയറ്റ് യൂണിയൻ എന്ന് കാണാൻ സാധ്യതയുണ്ട്. സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് യൂണിയൻ എന്ന് പറയാൻ സാധ്യതയുണ്ട്. സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് യൂണിയൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ USSR കൂടി വരാൻ സാധ്യതയുണ്ട്. USSR. ഓക്കെ, അങ്ങനെ സോവിയറ്റ് യൂണിയനും USSRഉം റഷ്യയും കണ്ടാല് അർപ്പിക്കാം നമ്മളെ മൗലിക കടമകള് കടം കൊണ്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് പറയാ മക്കളെ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR പറയാ. സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR, സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ റഷ്യയും കൂടി പഠിച്ചു വെക്കുക. ഒരു മാർക്കാണ്. ശരി മക്കളെ, ഈ പറയുന്ന ഭേദഗതി വരുന്ന സമയത്ത് അന്നത്തെ നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. ഒരു മാർക്കാണ്. നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. 1976 42ാം ഭേദഗതി പ്രകാരം ഭാഗം 4A-യിൽ 51A-യിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ സമയത്ത് ഈ പറയുന്ന ഭേദഗതി നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ആ സമയത്തെ നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. ഓക്കെ, ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയാണ്. രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് തന്നെയാണ്. മക്കളെ, ഇത് നിലവിൽ വന്നത്, ഈ ഭേദഗതി നിലവിൽ വരുന്നത് 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. കൂടി പഠിച്ചു നോക്കുക. ആ സമയത്ത് പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ഓക്കെ, ആ സമയത്ത് പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. 1977 ജനുവരി 3. ഓക്കെ, മക്കളെ പറഞ്ഞു സർദാർ സരോവർ സിംഗ് കമ്മിറ്റി പ്രകാരം ശുപാർശകൾ സമർപ്പിച്ചു. അങ്ങനെ 1976 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 10 എണ്ണമായിരുന്നു അന്നേരം. ആ 42ാം ഭേദഗതി പ്രകാരം 1976 ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭാഗം 4A-യിലാണ്. ഒരു മാർക്കാണ്. ഭാഗം 4A-യിൽ ഉൾപ്പെടുത്തി. 51A-യിൽ ഉൾപ്പെടുത്തി. ഇവിടെ പ്രതിപാദിക്കുന്നു 51A-യിൽ A ക്ലോസ് B ക്ലോസ് എന്ന് പറയുന്നു. 51A ഭാഗമാണ്. ആർട്ടിക്കിൾ 51A-യിലാണ്. അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് സ്വീകരിച്ചു. റഷ്യ അല്ലെങ്കിൽ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഒന്നും കൂടി പഠിച്ചു വെക്കുക. ഈ ഭേദഗതി വരുന്ന സമയത്ത് അക്കാലത്ത് നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. പഠിച്ചു മാറ്റി. ഇപ്പൊ തന്നെ പഠിച്ചു മാറ്റി. ഓരോരോ മാർക്കാണ് മക്കളെ. ഓരോന്നും ഓരോരോ മാർക്കാണ് കൂടി വെക്കുക. അങ്ങനെ 1976 42ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി മാസം 1-ാം തീയതി. 3-ാം തീയതിയാണ്. 3-ാം തീയതിയാണ് കൂടി പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ ഓരോന്നും PSCയുടെ ഒരു മാർക്കാണ്. അത്രയ്ക്കും ഇതൊക്കെ PYക്കും കൂടിയാണെന്ന് മക്കളെ. PYക്കും കൂടിയാണെന്ന് പഠിച്ചു വെക്കുക. അത്രയ്ക്കും സിമ്പിൾ ആണ്. അതേപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു ഭാഗം കൂടിയാണെന്ന് ഓർത്ത് വെക്കുക. ഒരിക്കൽ കൂടി റിവിഷൻ നടത്താം. 1975 ജൂൺ 25-ാം തീയതി രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതിയായിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദും കൂടിയാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതിന് പ്രകാരമാണ് രാജ്യത്തിലെ പൗരന്മാർക്ക് മൗലിക കടമകൾ എന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നത്. അതിന് പ്രകാരം 1975 സർദാർ സരോവർ സിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും അദ്ദേഹം 10ഓളം നിർദ്ദേശങ്ങളെ പാർലമെന്റ് മുമ്പാകെ സമർപ്പിക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ചിട്ട് 1976 42ാം ഭേദഗതി പ്രകാരം മൗലിക കടമകൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്തി. മൗലിക കടമകൾ അതിൽ കൂട്ടിച്ചേർത്തു. എവിടെ കൂട്ടിച്ചേർത്തു മക്കളെ? ഒരു മാർക്കാണ്. ഭാഗം 4A-യിൽ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 51A അനുച്ഛേദം 51A. മക്കളെ, ഈ പറയുന്ന മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നത് ആശയം രാജ്യം കടം കൊണ്ടത് സ്വീകരിച്ചത് റഷ്യയിൽ നിന്നാണ്. റഷ്യ അല്ലെങ്കിൽ USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ കൂടി എന്ന് പറയുന്നു കൂടി പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. കാരണം ഓപ്ഷൻസിൽ റഷ്യ ഉണ്ടാവും, സോവിയറ്റ് യൂണിയൻ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ USSR കൂടി വരാനുണ്ട്. അതനുസരിച്ചിട്ട് ആ സമയത്ത് ഏതാണോ നിങ്ങൾക്ക് ഉചിതം അത് ഒന്ന് കർപ്പിക്കേണ്ട ഇത് കൂടി ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അക്കാലത്ത് ആ ഭേദഗതി വരുന്ന സമയത്ത് 42ാം ഭേദഗതി വരുന്ന സമയത്ത് അന്നത്തെ സർക്കാരിന്റെ സർക്കാരിന്റെ നിയമമന്ത്രിയായിരുന്നു HR ഗോഖലെ. മക്കളെ, HR ഗോഖലെ പഠിച്ചു വെക്കുക. ഓക്കെ, മക്കളെ നോക്കേണ്ടത് 10 എണ്ണായിരുന്നു. 42ാം ഭേദഗതി പ്രകാരം 1976 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകളുടെ എണ്ണം ചോദിച്ചാൽ 10 എണ്ണം PSC ചോദിക്കും. ഒരു PYക്കും കൂടിയാണ്. അപ്പോൾ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. ആ സമയത്ത് 10 എണ്ണായിരുന്നു കൂട്ടിച്ചേർത്തത്. പക്ഷെ ഇത് നിലവില് 11 മൗലിക കടമകൾ കൂടി ഉണ്ടെന്ന് ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ നമ്മൾ 11 എണ്ണം കൂടി പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ശരി മക്കളെ, ഇത് പറയുന്ന പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. ആർട്ടിക്കിൾ ചോദിച്ചാല് 51A. ആർട്ടിക്കിൾ 51A-യിലാണ്. അങ്ങനെ തന്നെ പറയണം. ആ ഓപ്ഷൻ ചിലപ്പോൾ 51 ഉണ്ടാവാം,
51A ഉണ്ടാവുക. അപ്പം നോക്കേണ്ടത് 51A ആണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അനുച്ഛേദം ചോദിച്ചാൽ 51A ആണെന്ന് ഓർത്തു വെക്കുക. ശരി, ഇത് നോക്കേണ്ടത്, ഇതിന് ഒരു രീതി ഉണ്ട് മക്കളെ. നോക്കേണ്ടത് 51A A ക്ലോസ്, 51A B ക്ലോസ് എന്നാണ് പഠിക്കേണ്ടത്. അങ്ങനെ പഠിച്ചു വെക്കണം. സെപ്പറേറ്റ് ആയിട്ട് PSC ഓരോന്ന് എടുത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതേപോലെ 1, 2, 3 എന്ന് പഠിക്കുന്ന പകരം ഈ ഞാൻ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് എക്സാമിന് യൂസ്ഫുൾ ആകും കൂടി നോക്കുക. ശരി, ഇപ്പൊ നോക്കേണ്ടത് മക്കളെ ഓരോന്നും 11 കൂടി എങ്ങനെ പറയുന്നു നോക്കിക്കോളൂ. ഇവിടെ 51A എന്ന ആർട്ടിക്കിളിൽ അനുച്ഛേദത്തിൽ A ക്ലോസ് ആണ് ഈ പറയുന്ന ആദ്യത്തേത്. ഭരണഘടനയും അനുസരിക്കണം, ആദർശങ്ങളെ അനുസരിക്കുക, ബഹുമാനിക്കുക, ദേശീയ പതാകയെ ബഹുമാനിക്കുക, അതേപോലെ തന്നെ ദേശീയ ഗാനത്തെ കൂടി ബഹുമാനിക്കുക. അതായത് രാജ്യത്തിന്റെ ഭരണഘടന അനുസരിക്കുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക, അതുപോലെ അതിന്റെ ആദർശങ്ങളെ ബഹുമാനിക്കുക, ദേശീയ പതാകയും ആദരിക്കുക, ദേശീയ ഗാനത്തെ ആദരിക്കുക എന്നും കൂടി ഈ പറയുന്ന ആർട്ടിക്കിൾ 51A A ക്ലോസിൽ പറയുന്ന മൗലിക കടമ ആണ്. അതൊരു ഭാരതത്തിലെ പൗരന്റെ കടമയും കൂടിയാണെന്ന് പഠിച്ചു വെക്കുക. അപ്പം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് 51A ചുവടെ പറയുന്നതിൽ 51A പ്രതിപാദിക്കുന്ന മൗലിക കടമ ഏതാണെന്ന് സെപ്പറേറ്റ് ആയി ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഇതുപോലെ തന്നെ പഠിച്ചു വെച്ച മക്കളെ A ആണ് ഭരണഘടന. കീവേഡ് പഠിച്ചു വെച്ചോളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, അതേപോലെ ആദർശങ്ങള്, ദേശീയ പതാക, ദേശീയ ഗീതം ഒക്കെ നിങ്ങൾക്ക് ഒരു കീവേഡ് പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് എക്സാം ഹാളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ അത് ഒരു മൈനസ് ആവേണ്ട സാധ്യതയും കൂടി ഉണ്ട്. കാരണം സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകമായിട്ട് PSC ഇങ്ങനെ രീതിയിൽ ചോദിക്കേണ്ട സാധ്യതയുണ്ട്. ഓരോന്നും എടുത്ത് ചോദിക്കും, ഓരോ ക്ലോസുകൾ എടുത്ത് ചോദിക്കും. അതാണ് അങ്ങനെ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നത്. ശരി മക്കൾ, അടുത്ത 51A B ക്ലോസ് ആണ്. അതായത് സ്വാതന്ത്ര്യം പല സമരങ്ങളും പോരാട്ടങ്ങളിലൂടെയാണ് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത്. 1947 ഓഗസ്റ്റ് 15-നാണ് രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒട്ടനവധി മഹത് വ്യക്തികളുടെ ആദർശങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആദർശങ്ങൾ എന്നാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. നമ്മുടെ ഭാരതത്തിലെ പൗരന്റെ ഒരു കടമയാണ്. അതാണ് 51A B ക്ലോസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രതിപാദിക്കുന്നത്. അതായത് ഭാരതത്തിലെ പൗരന്റെ കടമയാണെന്നും കൂടി പഠിച്ചു വെക്കുക. ആദർശങ്ങളെ, മഹത് വ്യക്തികളെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അനേകം മഹത് വ്യക്തികളുടെ ആദർശങ്ങൾ, നമ്മുടെ അവരെ പോളിസി, ഐഡിയോളജീസ് നമ്മൾ കൊണ്ടുപോവുക, ഫോളോ ചെയ്യുക എന്നത് ഭാരതത്തിലെ പൗരന്റെ കടമയാണെന്നും കൂടി കൊടുത്തു വെക്കുക. ശരി മക്കൾ, അടുത്ത് നോക്കേണ്ടത് 51A C ക്ലോസ് ആണ്. 51A C ക്ലോസ് ആണ് മക്കളെ. 3 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ABC സെക്കൻഡ് 3 ഇങ്ങനെ പഠിച്ചോളൂ. ഏതെങ്കിലും ഒരു ടിപ്പ് വെച്ച് പഠിച്ചോളൂ. ഇങ്ങനെ നോക്കുക, ABC മൂന്നാമത്തെ ഡ്യൂട്ടിയാണ്, മൗലിക കടമയാണ്, മൂന്നാമത്തെയാണ്. അപ്പൊ 3 കാര്യങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ട്. 3 കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പരമാധികാരം, ഐക്യം, അഖണ്ഡതയെ കാത്തുസൂക്ഷിക്കേണ്ടത് ഭാരതത്തിലെ പൗരന്റെ കടമയാണ്. 3 കാര്യങ്ങളെ ABC മൂന്നാമത്തെ ലെറ്റർ ആണ്. ABC മൂന്നാമത്തെ ലെറ്റർ ആണ്. അപ്പൊ മൂന്നാമത്തെ ലെറ്റർ ആണെങ്കിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ABC 3 കാര്യങ്ങൾ. അതേപോലെ തന്നെ 3 കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 51A C ക്ലോസ് ആണ്. 3 കാര്യങ്ങള്: പരമാധികാരം, ഐക്യം, അഖണ്ഡതയെ കാത്തുസൂക്ഷിക്കേണ്ടത് ഭാരതത്തിലെ പൗരന്റെ കടമയാണ്. ഒരു മാർക്കാണ് പഠിച്ചു വയ്ക്കുക. സെപ്പറേറ്റ് ചിലപ്പോൾ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 51A C ക്ലോസ് താഴെ പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ മക്കളെ നോക്കേണ്ടത് പരമാധികാരം, ഐക്യം, അഖണ്ഡത കീവേഡ് ആണ്. 3 കീവേഡ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ലെറ്റർ ആണ്. മൂന്നാമത്തെ മൗലിക കടമയാണെന്ന് കൂടി കൊടുത്തു വെക്കുക. ശരി മക്കൾ, അടുത്തത് D ആണ്. 51A D ക്ലോസ് ആണ്. 4മത്താണ് ABC 1, 2, 3, 4. അപ്പൊ D ക്ലോസ് ആണ് മക്കൾ. ഇത് തന്നെ നിങ്ങൾക്ക് പഠിച്ചോളൂ. D ഫോർ ഡിഫൻസ്. ഓക്കെ, രാജ്യം ആവശ്യപ്പെടുന്ന സമയത്ത് രാജ്യത്തിന് സേവനം ചെയ്തു കൊടുക്കുക. രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന് സേവനം ചെയ്തു കൊടുക്കുക. രാജ്യം ആവശ്യപ്പെടുന്ന സമയത്ത് രാജ്യത്തിന് സേവനം ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ ഭാരതത്തിലെ പൗരനുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഭാരതത്തിലെ പൗരന്മാർക്ക് സേവനം ചെയ്തു കൊടുക്കേണ്ട ഒരു കടമയാണ് എന്താണ് ഈ പറയുന്ന 51A D ക്ലോസ്. രാജ്യസേവനം ചെയ്തു കൊടുക്കേണ്ട ഒരു കടമ ആർക്കുണ്ട്? ഭാരതത്തിലെ, ഇന്ത്യയിലെ പൗരന്മാരായ നമ്മൾക്കുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക, പഠിച്ചു വെക്കുക. 51A ആണ്. 51A D ഫോർ ഡിഫൻസ് എന്ന് ഒരു കീവേഡ് സെറ്റ് ആക്കിയാൽ എക്സാം ആളുകൾക്ക് ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കറപ്പിക്കാൻ പറ്റും. 51A D ക്ലോസ് ആണ്. D ഫോർ ഡിഫൻസ്, പ്രതിരോധം, രാജ്യസുരക്ഷ, രാജ്യസേവനം ഒക്കെ ഇത്തരത്തിലുള്ള കീവേഡ് സെറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഉറപ്പാണ്.
ശരി മക്കളെ, അടുത്തത് സാഹോദര്യം ശ്രീ ബഹുമാനം പറയുന്നത് അത് ആർട്ടിക്കിൾ 51A ഈ ക്ലോസ് ആണ് മക്കളെ. ഈ ക്ലോസ് ആണ്. ഈ പറയുന്നത് എനിമി ആണ്. എനിമി ആണെങ്കിൽ ശത്രുക്കൾ നേരെ ഓപ്പോസിറ്റ് തിരിട്ടാൽ മതി. എനിമി എന്നത് എന്തിനാണ്? എനിമി ശത്രുക്കളാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണ് മൗലിക കടമകളെ കുറിച്ച് പറയുന്നത്. നോക്കൂ, സാഹോദര്യം, വ്യത്യസ്ത നാനാത്വത്തിൽ ഏകത്വത്തിലുള്ള ഒരു രാജ്യമാണ് ഭാരതം. വ്യത്യസ്ത മതങ്ങള്, ജാതികള്, അതേപോലെ തന്നെ വർഗങ്ങള്, നിറങ്ങള് അടങ്ങിയ രാജ്യത്തിലെ എല്ലാവരോടും തുല്യ സാഹോദര്യം നീതി പുലർത്തുക. അതേപോലെ തന്നെ വനിതകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കുക, സാഹോദര്യം പുലർത്തുക എന്നൊരു കടമയുമാണ് ഈ പറയുന്ന 51A ഈ ക്ലോസിൽ പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അത് കൃത്യമായി നോക്കുക. സാഹോദര്യവും സ്ത്രീ ബഹുമാനവും കൂടി എന്ന കീവേഡ് പഠിച്ചു വെക്കുക. നോക്കൂ, 51E എന്നത് ശത്രുക്കളാണ്. ശത്രുക്കള് തിരിച്ചിട്ടാൽ മതി. ശത്രുക്കള്. സാഹോദര്യമാകുമ്പോ ഫ്രണ്ട്ഷിപ്പ്. ആ രീതിയിൽ ഓർത്തു വെക്കുക. സാഹോദര്യവും സ്ത്രീ ബഹുമാനവും, സ്ത്രീകളെ അവഹേളിക്കുന്ന പ്രവർത്തനങ്ങള് വാക്കുകളൊക്കെ ഉപേക്ഷിക്കുക എന്നതാണ് കൂടി 51A ഈ ക്ലോസിൽ പറയുന്നുണ്ട്. ശരി മക്കൾ, അടുത്തത് 51A F ആണ്. പൈതൃകം. രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും കാത്തുസൂക്ഷിക്കേണ്ടത് ഭാരതത്തിലെ പൗരന്റെ കടമയാണ്. 51F ആണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെയും വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരവും പൈതൃകവും അടങ്ങിയ രാജ്യമാണ് ഭാരതം. അപ്പൊ അത്തരത്തിലുള്ള ഓരോ സംസ്കാരത്തെയും പൈതൃകത്തെയും കാത്തുസൂക്ഷിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും കൊണ്ടാടേണ്ടതും അതിനെ പരിപോഷിക്കേണ്ടതും ഒരു കടമ ആർക്കുണ്ട്? ഭാരതത്തിലെ പൗരന്മാർക്ക് ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. ശരി മക്കൾ, അടുത്തത് 51A നോക്കേണ്ടത് അങ്ങനെ ചോദിക്കും. അതുകൊണ്ടാണ് ഈ 51A ക്ലോസ് 51AB ക്ലോസ് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത്, സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്നത്. അടുത്ത് നോക്കും, 51A G ക്ലോസ് ആണ് മക്കൾ. ഇവിടെ നോക്കേണ്ടത് G ഫോർ ഗ്രീൻ ആണ്. G ഫോർ ഗ്രീൻ എന്താ? പച്ചപ്പ്, ഹരിതം. അത് തന്നെയാണ് നമ്മുടെ മൗലിക കടമ പറയുന്നത്. പരിസ്ഥിതി സംരക്ഷിക്കുക, അതേപോലെ തന്നെ അതിനെ മികച്ചതിലേക്ക് എത്തിക്കുക, ജീവജാലങ്ങളെ അനുകമ്പയോടെ പെരുമാറുക. ഓക്കെ, ആ രീതിയിലെ ഒരു മൗലിക കടമയാണ് ജിയിൽ പറയുന്നത്. 51G പറയുന്നത് പരിസ്ഥിതി സംരക്ഷിക്കുക, അതിനെ മികച്ചതിലേക്ക് എത്തിക്കുക, ചൂഷണം ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ജീവജാലങ്ങളോട് അനുകമ്പ പുലർത്തുക എന്ന കടമയാണ് ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. ശരി, അടുത്തത് 51A H ക്ലോസ് ആണ്. ശാസ്ത്രീയ വീക്ഷണം വളർത്തിയെടുക്കുക. ശാസ്ത്രീയ വീക്ഷണവും മാനവികത, ശാസ്ത്രബോധം ഭാരതത്തിലെ പൗരന്മാർ വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരു കടമയാണ്. എല്ലാവരും സയന്റിഫിക് രീതിയിലൂടെ ഒരു വീക്ഷിക്കേണ്ടതും, അതേപോലെ തന്നെ ശാസ്ത്രബോധം, ഒരു ഒബ്ജക്ടിവിറ്റി, ശാസ്ത്രബോധം, സയന്റിഫിക് എന്ന ഒരു മാറ്റർ രാജ്യത്തിന്റെ പൗരന്മാർ വളർത്തിയെടുക്കണം എന്നത്, മാനവികത, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കേണ്ടത് ഭാരതത്തിലെ പൗരന്മാർക്കുള്ള ഒരു കടമയാണ് കൂടി എന്ന് പറയുന്നു 51A H ക്ലോസ് പറയുന്നു. ശരി മക്കൾ, അടുത്തത് 51A I ക്ലോസ് ആണ്. പൊതുസ്വത്താണ്. പൊതുസ്വത്ത്, പബ്ലിക് മുതല് നശിപ്പിക്കാതിരിക്കുക, അതിനെ സംരക്ഷിക്കേണ്ട ഒരു കടമയാണ് ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. പൊതുസ്വത്ത് സംരക്ഷിക്കേണ്ട കടമ ആർക്കുണ്ട്? ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. മക്കളെ നോട്ട്സ് വരുമ്പോൾ കൃത്യമായിട്ട് നോട്ട്സ് അതിൽ PDF ഉണ്ടാവും. ക്ലാസ് മൊത്തം ഇതിന്റെ ഓരോ പറയുന്ന 11 മൗലിക കടമകളും കൃത്യമായിട്ട് ഉണ്ടാവും. ക്ലാസ്സിന് വേണ്ടി മാത്രമാണ് ഇത് ഷോർട്ട് ആക്കിയിട്ട്. നിങ്ങൾക്ക് വേണ്ടി കീവേഡ് സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉള്ളത്. നോട്ട്സിൽ പൂർണ്ണമായിട്ടും അതിലുണ്ടാവും. ശരി മക്കൾ, ഇതൊക്കെ ഒരു കീവേഡ് ആണ്. പൊതുസ്വത്ത് 51A പൊതുസ്വത്തിനെ സംരക്ഷിക്കേണ്ട ഒരു കടമ ഭാരതത്തിലെ പൗരന്മാർക്കുണ്ടെന്ന് കൂടി പറയുന്നു. മക്കൾ, അടുത്തത് 51A J ക്ലോസ് ആണ്. മക്കളെ, രാജ്യത്തില് നമ്മുടെ സമൂഹത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന, അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ജോലിപരമായിട്ടും മികച്ച മികവ് അവരുടെ മേഖലയിൽ, തങ്ങളുടേതായ മേഖലയിൽ മികവ് കാട്ടുന്നവരെ അവരെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതും, അവരെ ആദരിക്കുന്നതും, അവരെ ബഹുമാനിക്കുന്നതും, അവരെ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്നതും, അവരെ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ട ഒരു കടമയാർക്കുണ്ട്? ഭാരതത്തിലെ പൗരന്മാർക്ക് കൂടി എടുക്കുക. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾക്കിപ്പോ നല്ലതായിട്ട് ജോലിയൊക്കെ കിട്ടി, നമ്മൾ നല്ല ലിസ്റ്റിലൊക്കെ വന്നാല്, നമ്മൾ നല്ല ലിസ്റ്റ് കിട്ടി, നമ്മൾ റാങ്ക് ജേതാവൊക്കെ ആയാല് നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ നമ്മൾക്ക് ആദരിക്കുന്ന, നമ്മൾക്ക് ഈ ഒരു ആദരവ് തരുന്ന പരിപാടിയൊക്കെ സംഘടിപ്പിക്കും. അത് ഉറപ്പാണ്. നമ്മളെ തള്ളി പറഞ്ഞവരും നമ്മളെ അവഹേളിച്ചവരൊക്കെ
നിങ്ങളൊരു റാങ്ക് മേക്കർ ആയാല്, റാങ്ക് ഹോൾഡർ ആയാല് നിങ്ങളെ എന്താണ് ആദരിക്കാനൊക്കെ വരും. അപ്പൊ അതും കൂടി നമ്മളെ മികവിനെ അംഗീകരിക്കുന്ന ഒരു സംഭവം ഉണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതേപോലെ തന്നെ പറയുന്നത് നമ്മളെ ആ മികവിനെ ബഹുമാനിക്കുക, ആ മികവിനെ ആദരിക്കുക, ആ മികവിനെ എന്താണ് അംഗീകരിക്കുക, അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക, അവരുടെ ഉന്നതിയിലേക്ക് വേണ്ട ഒരു ഉന്നതിയിലേക്ക് വേണ്ട അന്തരീക്ഷം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നത് ഭാരതത്തിലെ പൗരന്റെ കടമയാണ്. ഇപ്പൊ എന്താണ് പല രീതിയിലുള്ള അന്തരീക്ഷമായിരിക്കും, ചിലപ്പോൾ പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല, പക്ഷെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ എന്താണ് മികവ് പുലർത്തിയിട്ടുണ്ട്. അവർക്ക് എന്താണ് നെക്സ്റ്റ് ഹയർ സ്റ്റഡീസ് ആണോ അല്ല ജോബാണോ, അതിന് ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമ ആർക്കുണ്ട്, ഭാരതത്തിലെ പൗരന്മാർ ഉണ്ട് എന്ന് കൂടിയാണ് പറയുന്നത്. ഓക്കെ മക്കൾ, അടുത്ത് ലാസ്റ്റ് ആണ് പറയുന്നത്, 10 എണ്ണമാണ് പറയുന്നത്. ഈ പറയുന്ന എ ക്ലോസ് ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, ഈ 10 എണ്ണായിരുന്നു 1976 42ാം ഭേദഗതി പ്രകാരം നമ്മൾ കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞ 10 എണ്ണം പറഞ്ഞു. അതായത് ഭരണഘടനയെ ബഹുമാനിക്കുക, ആദർശങ്ങളെ ബഹുമാനിക്കുക, ദേശീയ പതാകയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുക, ആദരിക്കുന്ന കാര്യങ്ങൾ ആദ്യത്തെ പറയുന്നു. 2 സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹത്വ്യക്തിയുടെ ആദർശങ്ങളെ ബഹുമാനിക്കുക, ഫോളോ ചെയ്യുക. C4 പരമാധികാരം ഐക്യം അഖണ്ഡതയെ കാത്തുസൂക്ഷിക്കേണ്ട ഒരു കടമ ആർക്കുണ്ട്, ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. അതേപോലെ തന്നെ രാജ്യം ആവശ്യപ്പെടുന്ന സമയത്ത് രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി രാജ്യസേവനം അർപ്പിക്കാൻ വേണ്ടി ഭാരതത്തിലെ പൗരന്മാർ തയ്യാറായിരിക്കണം, സജ്ജരായിരിക്കണം എന്ന് പറയുന്നതാണ്. തയ്യാറാവണം, അതാണ് ഭാരതത്തിലെ ശരിയായ പൗരൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, 51A ഡി ക്ലോസ് ആണ്. അതേപോലെ തന്നെ സാഹോദര്യവും നനത്തിലേക്ക് ഉള്ള രാജ്യം, വ്യത്യസ്ത മതങ്ങളും ജാതിയും സംസ്കാരവും ഉള്ള രാജ്യത്ത് എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു സാഹോദര്യ മനോഭാവം ഉണ്ടാവുകയും, അതേപോലെ തന്നെ സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലെ പ്രവർത്തനം ഉപേക്ഷിക്കണം എന്നും കൂടി ഇത് പറയുന്നു. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നൊരു കണ്ടന്റ് കൂടി ഇത് പറയുന്നു, ആർട്ടിക്കിൾ 51 പറയുന്നു കൂടി പഠിക്കുക. അതേപോലെ തന്നെ എഫ് പൈതൃകം, രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പരിപോഷിക്കുക, ഉയർത്തുക, സംരക്ഷിക്കുക. അതേപോലെ G4 പരിസ്ഥിതി സംരക്ഷിക്കുക, മെച്ചപ്പെടുത്തുക, ചൂഷണം ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന ജീവജാലങ്ങളോട് അനുകമ്പ പുലർത്തുക എന്നും കൂടി ഇത് പറയുന്നു, ജി ക്ലോസ് പറയുന്നു. H ശാസ്ത്രീയ വീക്ഷണം, മാനവികത എന്നൊരു ബോധം മനുഷ്യരിൽ പൗരന്മാരിൽ വളർത്തിയെടുക്കുക എന്ന് കൂടി പറയുന്നു. ഓക്കെ അതേപോലെ തന്നെ പൊതുസ്വത്ത് സംരക്ഷിക്കേണ്ടത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പൊതുസ്വത്ത് സംരക്ഷിക്കേണ്ട ഒരു ബാധ്യസ്ഥത കടമാർക്കുണ്ട്, ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. അതുപോലെ തന്നെ മികച്ച നമ്മുടെ ചുറ്റുപാടുള്ള മികച്ച പ്രകടനം കാണിക്കുന്ന കാഴ്ചവെക്കുന്നവരെ അവരെ അംഗീകരിക്കുക, ആ മികവിനെ അംഗീകരിക്കേണ്ടതും അതിനെ പരിപോഷപ്പെടുത്തുന്നതായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമാർക്കുണ്ട്, ഭാരതത്തിലെ പൗരന്മാർക്കുണ്ട്. ഈ 10 എണ്ണമായിരുന്നു ആദ്യം കൂട്ടിച്ചേർത്തത്. മക്കളെ നോക്ക്, ഇനി പറയേണ്ടത് ഇപ്പൊ നിലവിൽ നമ്മൾ പറഞ്ഞു, നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ശരി, അതൊരു പ്രത്യേകമായിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കും. നിലവിൽ എത്ര മൗലിക കടമകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അവിടെ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. നിലവിൽ 11 മൗലിക കടമകൾ ഉണ്ട്. ഇനി പറയുന്നത് ഈ ഒരു അവസാനം കൂട്ടിച്ചേർത്തതാണ്. മക്കൾ നോക്കേണ്ടത് 2002 86ാം ഭേദഗതി പറഞ്ഞു, ഒരു മൗലിക കടമകളോ ഇല്ല എന്തെങ്കിലും ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ, ഏതെങ്കിലും ആശയങ്ങൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണം. ഒരു ഭേദഗതി വരുത്താതെ ഒന്നും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതനുസരിച്ചിട്ട് 2002 എത്തുമ്പോഴത്തേക്ക് 85 ഭേദഗതികൾ 85 ഭേദഗതികൾ കഴിഞ്ഞു, 86ാമത്തിൽ എത്തി. നാം 1976 42ാമത്തെ ഭേദഗതി ആയിരുന്നു. അങ്ങനെ ഭേദഗതി കഴിഞ്ഞു. അങ്ങനെ ഓരോ വർഷങ്ങൾ ഭേദഗതി മാറ്റങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ നടത്തി 2002 ആകുമ്പോഴത്തേക്ക് 86ാം ഭേദഗതിയിലേക്ക് എത്തി. അങ്ങനെ 86ാം ഭേദഗതി പ്രകാരമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലിക ഒരു മൗലിക അവകാശമായിട്ട് ഇന്ത്യൻ നമ്മുടെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായല്ലേ? ആർട്ടിക്കിൾ 21 നമ്മൾ അത് മൗലിക അവകാശം എന്ന ടോപ്പിക് എടുക്കുമ്പോൾ പഠിക്കും. നിങ്ങളിപ്പോ കൺഫ്യൂഷൻ ആക്കണം. ഞാൻ ഇത് പറഞ്ഞതിന്റെ ഒരു കണക്ട് ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതായത് 2002 86ാം ഭേദഗതി പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം ആർക്കുണ്ട്? ഈ പറയുന്ന ഏജിലുള്ള കുട്ടികൾക്ക് ഉണ്ട് എന്നത് ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തി വന്നു. ആർട്ടിക്കിൾ 21A വന്നു. മൗലിക അവകാശം എന്ന ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ വൃത്തിയായിട്ട് പഠിക്കും. ശരി, അങ്ങനെ ഈ പ്രകാരമാണ് 6 വയസ്സ് ഈ ഒരു അവകാശത്തിന്റെ ഈ ഒരു നിയമത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്
എന്താണ് സൗജന്യവും ഫ്രീ ആൻഡ് കമ്പൾസറി നിർബന്ധിത സൗജന്യമായ വിദ്യാഭ്യാസം നൽകേണ്ട ഒരു കടമ ആർക്കുണ്ട്? മാതാപിതാക്കൾക്ക് ഉണ്ടെന്ന് പറയുന്ന 11ാമത്തെ മൗലിക കടമയും കൂടി വരുന്നത് ഈ ഒരു ആക്ടിൽ നിന്നാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു അവകാശം വന്നു, ആ ഒരു ആക്ട് വന്നു, വിദ്യാഭ്യാസ ആക്ട് വന്നു. ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഈ പറയുന്ന 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കേണ്ട ഒരു അന്തരീക്ഷം ആർക്കുണ്ട്? അന്തരീക്ഷം സെറ്റാക്കി കൊടുക്കേണ്ട കടമ ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. മാതാപിതാക്കൾക്കെന്നും കൂടി 11ാമത്തെ 11th ആർട്ടിക്കിൾ വരുന്നു, അല്ലെങ്കിൽ 51 എയിൽ കെ ക്ലോസ് ഇതാണ് വരുന്നത്. അപ്പം ഈ കെ ക്ലോസ് പ്രത്യേകമായിട്ട് ചോദിച്ചിട്ടുണ്ട്. 51 എയിൽ കെ ക്ലോസ് പ്രതിപാദിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കാനുള്ള ഒരു കടമ ആർക്കുണ്ട്? അവർക്കുള്ള പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട കടമ ആർക്കുണ്ട്? മാതാപിതാക്കൾക്കുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മമാർക്കുണ്ടെന്ന ഒരു കടമയാണ് ഈ പറയുന്ന 11 പറയുന്നത്. ആർട്ടിക്കിൾ 11 അല്ലെങ്കിൽ 11ാമത്തെ അല്ലെങ്കിൽ 51 എ ക്ലോസിൽ കെ 51 എ ക്ലോസിൽ കെ എന്ന സബ് ക്ലോസിൽ പറയുന്നത് കൊടുത്തു നോക്കാം മക്കളെ. 11 പഠിച്ചു മാറ്റി. 11ത്തിനും ഓരോ ലെറ്റർ വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. അത് അതേപടി PSC പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1, 2, 3 എന്നിങ്ങനെ ഫിഗർ പഠിക്കുന്നതിന് പകരം ഈ ലെറ്റർ തന്നെ പഠിച്ചു വെക്കുക. ഇത് അതേപടി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ നോക്കേണ്ടത് മക്കളെ, നമ്മൾ പറയുന്നു മൗലിക അവകാശം ടോപ്പിക് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. മൗലിക അവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ നമുക്ക് കോടതി മുഖാന്തരം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് ആർട്ടിക്കിൾ 32 പ്രകാരവും 216 പ്രകാരം ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചിട്ട് ആ ഒരു മൗലിക അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇത് നേടിയെടുക്കാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 32, 216 പറയുന്നുണ്ട്. മറിച്ചിട്ട് മൗലിക കടമ ഒരു വ്യക്തി ലംഘിക്കുകയാണെങ്കിൽ നമുക്കത് കോടതി മുഖാന്തരം നേടിയെടുക്കാൻ പറ്റില്ല. അതൊരു ജസ്റ്റിസയബിൾ അല്ല. ഓക്കെ, അതും കൂടി മനസ്സിലാക്കുക. 2002 ഭേദഗതി പ്രകാരമാണ്, 86ാം ഭേദഗതി, സ്റ്റേറ്റ് ഭേദഗതി 2002 പ്രകാരമാണ് ഇത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അത് ന്യായാർഹമല്ല. അങ്ങനെ അത്തരത്തിലൊരു ആക്ട്, ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഒരു ആക്ട് വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ നമുക്ക് ഒരു കോടതി മുഖാന്തരം നേടിയെടുക്കാൻ പറ്റുള്ളൂ. മറിച്ച് ഇപ്പം ഒരു വ്യക്തി മൗലിക കടമകൾ ലംഘിക്കുന്ന പറഞ്ഞ് അത് ലംഘിക്കാതിരിക്കാൻ നമുക്ക് കോടതിയിൽ പോയിട്ട് അത് നേടിയെടുക്കാനോ ഉള്ള ഒരു സംഭവം ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലില്ല. അത് ന്യായവാദമല്ല. മറിച്ച് ഇന്ത്യൻ ഭരണഘടന മറ്റേ മൗലിക അവകാശം നൽകുന്നുണ്ട്. അത് ജസ്റ്റിസയബിൾ ആണെന്ന് പഠിച്ചു വെക്കുക മക്കൾ. അപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചു. ഇതിൽ നിന്ന് ഇത്രയും നമുക്ക് LGS സംബന്ധിച്ച് ധാരാളമാണ്. ഒന്നുകൂടെ ഒരു ഷോർട്ടായിട്ട് റിവിഷൻ നടത്തുന്നു. 976 42ാം ഭേദഗതി പ്രകാരമാണ് ഉൾപ്പെടുത്തുന്നത്. 10 മൗലിക കടമകളായിരുന്നു അന്നേരം ഉൾപ്പെടുത്തിയത്. പിന്നീട് 86ാം ഭേദഗതി 2002 86ാം ഭേദഗതി പ്രകാരമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം നേടിക്കൊടുക്കേണ്ട ഒരു കടമ മാതാപിതാക്കൾക്ക് ഉണ്ടെന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂടി അതിൽ ആഡ് ചെയ്യുന്നത്. മക്കളെ നോക്കേണ്ടത് ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് AB വാജ്പേയിയും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. എപ്പോ 2002 ഈ ഭേദഗതി വരുന്ന സമയത്ത്, 2002 86ാം ഭേദഗതി വരുന്ന സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമും കൂടിയാണ്. പ്രസ്താവന രൂപത്തിലൊക്കെ വരാൻ വളരെയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതും കൂടി പറഞ്ഞത്. അപ്പം ഇത്ര കാര്യങ്ങൾ പരമാവധി നിങ്ങൾക്ക് ചുരുക്കിയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് സ്പീഡായിട്ടാണ് ചിലപ്പം നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുക. നോട്ട്സും കൂടി ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പാക്കേജ് നിങ്ങൾക്ക് ഇത് കിട്ടും. പിന്നെ നോക്കേണ്ടത് ഈ പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക. ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും ഈ ബോർഡിലുള്ളത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. ഇതിലെന്തെങ്കിലും മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് പറയണം. നിങ്ങളുടെ കമന്റ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ക്ലാസ് വേഗത്തിലാണെന്നുണ്ടെങ്കിലോ കണ്ടന്റ് വ്യക്തമാകുന്നില്ലെങ്കിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാം. അതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് വേണ്ടത്. പിന്നെ ഇനി ഏതൊക്കെ ക്ലാസ്സുകൾ വേണമെന്ന് കമന്റ് ചെയ്യണം. കൃത്യമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള പറയാം. ക്ലാസ് വേഗത പറയണം. ലാംഗ്വേജ് സ്ലാങ് ഉണ്ടെങ്കിൽ പറയണം. അതേപോലെ തന്നെ ടോപ്പിക്കിന്റെ പ്രസന്റേഷൻ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയണം. എന്താണെങ്കിലും നിങ്ങളുടെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ വിമർശനം അത് സ്വാഗതം ചെയ്യുന്നു. അതനുസരിച്ചിട്ടാണ് ഇനി നമ്മൾ മാറ്റം വരുന്നത്. നിങ്ങളെ എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ
ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറയാം, കമന്റ് പറയാം. അപ്പൊ ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നു. നന്ദി, നമസ്കാരം, ബൈ.